നമസ്കാരം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ രാഷ്ട്രീയ കേരളം കത്തുകയാണ്. പാക് ചാരവനിതയായ ഇവരെ കേരളത്തിലെത്തിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നതോടുകൂടി തുടങ്ങിയ വിവാദങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മന്ത്രി കസേരയെ തന്നെ ബാധിക്കും എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് കഥയിൽ ഒരു വമ്പൻ ട്വിസ്റ്റുമായി സന്ദീപ് വാര്യരുടെ എൻട്രി. ചാരക്കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. അതായത് മുരളീധരന്റെ PR വർക്കിനായി ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ എത്തിച്ചതിന്റെ വിശദാംശങ്ങളാണ് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഇന്നലെ പുറത്തുവിട്ടത്. മുരളീധരന് വേണ്ടി ജ്യോതി മൽഹോത്രയെ വന്ദേ ഭാരത് ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചതിൽ ഇടപെട്ടത് ഡൽഹിയിൽ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകനാണ് എന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. BJP-യാണ് ജ്യോതി മൽഹോത്രയ്ക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ള പാസ് നൽകിയത്. വി മുരളീധരനെ എന്തിനെയാണ് ഭയക്കുന്നത്? അന്വേഷണത്തിന് തയ്യാറാകണമെന്നും വി മുരളീധരന്റെ ഭാര്യയുടെ NGO-യിൽ അന്വേഷണം വേണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. രാജ്യമെമ്പാടും നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനു ശേഷം, അതും കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ജ്യോതി മൽഹോത്ര എത്തിച്ചേരണമെങ്കിൽ അതിന് പിറകിലുണ്ടായ ചേതോവികാരം എന്തായിരിക്കാം? വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പല ഇടപാടുകളും അന്വേഷണ വിധേയമാകേണ്ടതാണ്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും നിലവിലെ BJP സംസ്ഥാന നേതാക്കളിൽ നിന്ന് തന്നെ പുറത്തുവരും. നിരവധി വിഷയങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തു വരാനിരിക്കുകയാണ് എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എന്തായാലും ഇവിടെ സന്ദീപ് വാര്യർ തൊടുത്തുവിട്ട ചോദ്യങ്ങൾ മുരളീധരന്റെ ചില പഴയകാല ചരിത്രങ്ങളിലേക്ക് കൂടി ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ഇതിനു മുൻപും ചില വനിതാ സാന്നിധ്യങ്ങൾ വി മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് UAE-യിൽ നടന്ന ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ മന്ത്രിതല യോഗത്തിൽ വി മുരളീധരനൊപ്പം സ്മിത മേനോൻ എന്ന സ്ത്രീ പങ്കെടുത്തതിനെതിരെ LJD നേതാവായിരുന്ന സലീം മടവൂർ പ്രധാനമന്ത്രിക്ക് പരാതി നൽകുന്ന ഘട്ടം വരെയുണ്ടായി. സ്മിത നയതന്ത്ര സംഘത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും ഇത് ചട്ടലംഘനമാണ് എന്നുമായിരുന്നു പരാതി. അബുദാബിയിലെ യോഗത്തിൽ നയതന്ത്ര പ്രതിനിധിയോ ഔദ്യോഗിക പ്രതിനിധിയോ അല്ലാത്ത സ്മിത മേനോൻ പങ്കെടുത്തുവെന്നത് ഫോട്ടോ സഹിതമാണ് സലീം മടവൂർ പരാതി നൽകിയത്. ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമല്ല സ്മിത എന്ന് വിവരാവകാശ രേഖ പ്രകാരം ഇന്ത്യൻ എംബസി മറുപടി നൽകിയിട്ടുണ്ട് എന്നും പരാതിയിൽ സലീം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇവർ പങ്കെടുത്തത് എന്ന് പരിശോധിക്കണമെന്ന് സലീം മടവൂർ ആവശ്യപ്പെട്ടു. അബുദാബി മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹിളാ മോർച്ച നേതാവ് സ്മിത മേനോന് വി മുരളീധരൻ അനുമതി നൽകിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വ്യവസ്ഥാപിത ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മാധ്യമ പ്രതിനിധികളെ വിദേശത്ത് നടക്കുന്ന മന്ത്രിതല സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള നിബന്ധനകളൊന്നും തന്നെ പാലിക്കാതെയാണ് മാധ്യമപ്രവർത്തക പോലുമല്ലാത്ത സ്മിത മേനോനെ വി മുരളീധരൻ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് എന്ന വിമർശനമായിരുന്നു ഉയർന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ താനല്ല അനുവാദം നൽകിയത് എന്നായിരുന്നു വിഷയത്തിൽ വി മുരളീധരൻ ആദ്യം പ്രതികരിച്ചത്. എന്നാൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മുരളീധരൻ തന്നെയാണ് തനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയത് എന്ന് സ്മിത മേനോൻ തുറന്നു പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ജ്യോതി മൽഹോത്ര വിഷയം ചർച്ചയാവുമ്പോൾ സ്മിത മേനോന്റെ പേരും വീണ്ടും ഉയർന്നു വരികയാണ്. വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയെ പോലെ പലരും പല സ്ഥലങ്ങളിലും പാസ് എടുക്കാതെ പാസ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ടല്ലോ എന്നും കൂടുതൽ പറയിപ്പിക്കരുത് എന്നുമുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളും വിരൽ ചൂണ്ടുന്നത് സ്മിത മേനോൻ എന്ന ഈ പേരിലേക്ക് തന്നെയാണ്.